നമ്മൾ മുട്ടത്തോടും കൊണ്ട് പെൻഗ്വീനും പിന്നെ ഇഗ്ലൂ ഒക്കെയാണ് എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ മുട്ടത്തോട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഒരു കാടമുട്ടയുടെ തോടും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിന് മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു തലയായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി ഇത് പെയിൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പെയിൻറ്റ് കൊടുക്കുമ്പോൾ ഒരു ഓവൽ ഷേപ്പ് ഫ്രണ്ടിലായിട്ട് വിടണം കേട്ടോ. ഈ കാടമുട്ടയുടെ കൂർത്ത് നിൽക്കുന്ന സ്ഥലം ഫ്രണ്ടിൽ വരുന്ന പോലെ ബാക്കി എല്ലാ ഭാഗത്തും തലയ്ക്കും ഒക്കെ ആയിട്ട് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ മാത്രം കുറച്ച് ഒരു ഓവൽ ഷേപ്പിൽ വിടുക കേട്ടോ. എന്നിട്ട് ഒരു കറുപ്പ് കളർ പേപ്പർ ഇതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണം വേണം കേട്ടോ, കൈയായിട്ട് വെക്കാനാണ്. അപ്പോൾ ഇതേപോലെ 2 ഭാഗത്തുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മേൽഭാഗത്ത് തൊട്ട് ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വാലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ വാലിന് ഇതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ മുട്ടയുടെ പകുതിയിലും കേട്ടോ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് കാല് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേപ്പറിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബീക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം മേലെ ട്രയാങ്കിൾ പോലത്തെ സാധനം ഇല്ല, അത് മേൽഭാഗത്തായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വായു പോലെയൊക്കെ ഒന്ന് തോന്നും, കണ്ടില്ലേ? മേലെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, താഴെ അതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു വീടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേലിയാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പോൾ വേലിക്കായിട്ട് ഇതേപോലെ നീളത്തിൽ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്, അത് നടുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ മേലെ ഒരു കോൺ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഴുവനും. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കാർഡ് ബോർഡിൽ എടുക്കുന്നുണ്ട്. കാർഡ് ബോർഡിൽ ഇതേപോലെ ചുറ്റിയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തിലായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു ഗേറ്റ് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വേലിക്ക് മാത്രം പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കറുപ്പ് കളർ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഉള്ളിലും പുറത്തുമായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ അകത്ത് ആ കാർഡ് ബോർഡിലും വെള്ളയാണ് കൊടുക്കുന്നത്. ഒരു സ്നോയിലല്ലേ ജീവിക്കുക, അപ്പം വെള്ളയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ചിരട്ട എടുക്കുന്നുണ്ട്, അതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് പഞ്ഞി വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഗ്ലൂ പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ ഇതേപോലെ ഒരു വാതിലും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പൈനാണ് എടുത്തിട്ടുള്ളത്, അതിൽ ഫുള്ളായിട്ട് ഞാൻ പെയിൻറ്റ് കൊടുക്കുകയാണ്. പച്ച തിക്ക് പച്ചയും ലൈറ്റ് പച്ചയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പഞ്ഞി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു സ്നോ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കാർഡ് ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പെൻഗ്വിനെയും ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, ഒരു പെണ്ണും ഒരു ആണുമായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും, സ്കൂൾ പ്രോജക്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്